ദുരിതബാധിതർക്കൊപ്പം ഒറ്റ മനസ്സോടെ മനസ്സ് കല്ലടത്തൂരും. അതിജീവനത്തിനായി ചായക്കുറിയിലൂടെ സമാഹരിച്ച 31,030 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാടിന് കൈത്താങ്ങാവാൻ പടിഞ്ഞാറങ്ങാടിയിലാണ് മനസ്സ് കല്ലടത്തൂർ ഗ്രാമീണ വായനശാലയുടെ ചായക്കട. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിനെ വീണ്ടെടുക്കുന്നതിനായി മനസ്സ് കല്ലടത്തൂരിന്റെ ചായക്കുറിയിൽ നാട്ടുകാരുടെ വലിയ പിന്തുണ ലഭിച്ചുവെന്ന് സംഘാടകർ പറഞ്ഞു. കല്ലടത്തൂരിലെ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുകയാണ് മനസ്സ് കൾച്ചറൽ ചാരിറ്റി സൊസൈറ്റി. അതുപോലെ തന്നെ 6 വർഷമായി മനസ്സ് ഗ്രാമീണ ഗ്രന്ഥശാലയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടികൾ നടത്തി വരാറുണ്ട്. വയനാട് ദുരന്തബാധിത ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഞങ്ങൾ വളരെ വ്യത്യസ്തമായൊരു പരിപാടിയാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചത്. ഇവിടെ വന്ന ആളുകൾ വളരെ സന്തോഷപൂർവ്വം നിരവധി ആളുകളാണ് വന്ന് അതിൽ നമ്മളൊപ്പം സഹകരിച്ചുകൊണ്ട് ചായ കഴിച്ച് ലഘുവടി കഴിച്ചിട്ട് സംഭാവന പെട്ടിയിൽ വളരെ സന്തോഷപൂർവ്വം കാശ് സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷകൾ വളരെ വിജയകരമായാണ് സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സഹകരിച്ച മുഴുവൻ നാട്ടുകാരോടും പൗരപ്രമുഖര്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഞങ്ങൾ സ്നേഹം കടപ്പാട് അറിയിക്കുക. ചായക്കുറിയിലൂടെ സമാഹരിച്ച തുക ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുഖേനയാണ് കൈമാറുക. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥന് 31,030 രൂപ മനസ്സ് കല്ലടത്തൂർ പ്രവർത്തകർ കൈമാറി. ചായക്കടയ്ക്ക് സമീപത്ത് തന്നെയായി പോർട്രേറ്റ് ചിത്രം വരയിലൂടെ ലഭിച്ച തുക മനു വെങ്ങാലിയിൽ മനസ്സ് കല്ലടത്തൂർ ഭാരവാഹികൾക്ക് കൈമാറി മാതൃകയായി. ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നത്. എന്തായാലും ഒരു 3 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് പോർട്രേറ്റ് വരച്ചു. എന്തായാലും നല്ലൊരു ഓളായിരുന്നു ഇവിടെ. എല്ലാവരും പങ്കെടുത്തു. നല്ല ഫ്രണ്ട്സ്, നല്ല അറ്റ്മോസ്ഫിയർ, വളരെ സന്തോഷം. NCV ന്യൂസ് തൃത്താല.